Hey, hello, welcome to Civil Diaries. ഇന്ന് നമ്മൾ സ്റ്റഡി ക്യാപ്സ്യൂളിന്റെ ഡേ 4 ആണ്. ഇന്നും പബ്ലിക് ഹെൽത്ത് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ഇതിനകത്ത് നോക്കുന്നത് വാട്ടർ ട്രീറ്റ്മെന്റ് മെത്തേഡ്സിനെ പറ്റിയാണ്. 4 മെത്തേഡ്സ് ആണ് വാട്ടർ ട്രീറ്റ്മെന്റ് വരുന്നത്. പ്ലെയിൻ സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. അതിൽ ഫസ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നതാണ് പ്ലെയിൻ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിറ്റ് ഓപ്പറേഷൻ എന്ന് പറയാം പ്ലെയിൻ സെഡിമെന്റേഷൻ. അതിനകത്ത് ഗ്രാവിറ്റി വഴിയാണ് പാർട്ടിക്കിൾസ് സെറ്റിൽ ആകുന്നത്. ആ സെറ്റിലിങ്ങിനെ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഓരോ പാർട്ടിക്കിൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പാർട്ടിക്കിൾസ് വന്ന് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത് പ്ലെയിൻ സെഡിമെന്റേഷൻ. ആദ്യം വലിയ സൈസുള്ള പാർട്ടിക്കിൾസ് സെറ്റിൽ ആവും, പിന്നെ ചെറിയ ചെറിയ സൈസുള്ള പാർട്ടിക്കിൾസ് അതിന്റെ ബാക്കിൽ നിന്ന് വന്നിട്ട് സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ് ആണ് കൊയാഗുലേഷൻ. പ്ലെയിൻ സെഡിമെന്റേഷൻ വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നത് ഏത് വഴിയാണ്? കൊയാഗുലേഷൻ വഴിയാണ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരു കൊയാഗുലന്റ് ആഡ് ചെയ്യുന്നുണ്ട്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കൊയാഗുലന്റ് എന്ന് പറയുന്നത് ആലം ആണ്. അതുവഴി നമ്മൾ റിമൂവ് ചെയ്യുന്നത് കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് റിമൂവ് ചെയ്യുന്നത് വെള്ളത്തിനകത്ത് നിന്ന്. അതിനകത്ത് പാർട്ടിക്കിൾസ് സെറ്റിൽ ആകുന്നത് ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതായത് ഫ്ലോക്കുലേഷൻ വഴിയാണ് അവിടെ സെറ്റിലിംഗ് നടക്കുന്നത്. അതായത് ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ഒന്നിച്ച് ചേർന്നിട്ടാണ് അവിടെ സെറ്റിലിംഗ് നടക്കുന്നത്. ഓരോന്നോരോന്നായിട്ടല്ല, ഒരു കൂട്ടം പാർട്ടിക്കിൾസ് ഒന്നിച്ച് ചേർന്നിട്ടാണ് അവിടെ സെറ്റിലിംഗ് നടക്കുന്നത്. തേർഡ് പ്രോസസ് ആണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഫൈൻ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അവിടെ ഫിൽട്രേഷന് വേണ്ടി ഫിൽറ്റർ മീഡിയാസ് ആണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് ഫിൽറ്റർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ സാൻഡ്, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലീൻ റിവർ സാൻഡ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്യാറുണ്ട്, ചാർക്കോൾ യൂസ് ചെയ്യാറുണ്ട്, ഗാർനറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസീസ് കോസിങ്, അസുഖങ്ങൾ പരത്തുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്ന പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്? ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷനും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കൺസ്യൂമേഴ്സിലേക്ക് എന്തെത്തുന്നത്? വെള്ളം എത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡിസിൻഫെക്ഷൻ ചെയ്യാനായിട്ട് കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട്. ഫിസിക്കൽ മെത്തേഡ്സും ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അതിൽ ഫിസിക്കൽ മെത്തേഡ്സിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോയിലിംഗ് ആണ് കേട്ടോ. ബാക്കി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു സെക്ഷനിലേക്ക് നോക്കാം. അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് സെറ്റിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടിക്കിൾസ് ആയി ലാർജർ പാർട്ടിക്കിൾസ് ആദ്യം വരും, അത് കഴിഞ്ഞ് സൈസ് കുറഞ്ഞു വരുന്നതാണ് ആ ഡിസ്ക്രീറ്റ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഫ്ലോക്കുലന്റ് സെറ്റിലിംഗ് ആകുമ്പോൾ കൂട്ടത്തോടെ വന്ന് ചേർന്നിട്ടായിരിക്കും സെറ്റിൽ ആവുന്നത്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.